ഈ മസാല ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടും കിഫ്ബിയുടെ ഫണ്ട് ശേഖരണവുമായിട്ട് ബന്ധപ്പെട്ടും തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ചില ആശങ്കകൾ ഉയർത്തിയിരുന്നു. മസാല ബോണ്ടിൻ്റെ 9.25% പലിശയ്ക്ക് ഇത് എടുക്കേണ്ട അത്യാവശ്യമുണ്ടോ, അതിൽ കുറഞ്ഞ സാധ്യതകളുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ കിഫ്ബിയുടെ ഓഡിറ്റിംഗ് സംവിധാനം കുറേ കൂടി നിയമാനുസൃതമായിട്ട് നടത്തണം എന്നുള്ള കൃത്യമായിട്ടുള്ള അഭിപ്രായം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഞങ്ങൾ പരിഹാസം നേരിടുകയായിരുന്നു. കിഫ്ബിയിലൂടെ അല്ലെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പുതിയ സംവിധാനങ്ങൾ SPV വഴി ധനശേഖരണം നടത്തുന്നതും അത് പ്രോജക്റ്റുകൾക്ക് വേണ്ടി കൃത്യമായിട്ട് വിനിയോഗിക്കുന്നതും അത് ഞങ്ങൾ ആരും എതിരുള്ള കാര്യമല്ല. അത് പലയിടത്തും പല സംസ്ഥാനങ്ങളിലും ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് തന്നെ NHAയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെ ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. പക്ഷേ ഇതിൽ സുതാര്യത ഉണ്ടാവണം. ആ സുതാര്യതയില്ലായ്മയാണ് ഈ കേസിലേക്ക് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ED എടുത്തിരിക്കുന്ന ഈ കേസും നോട്ടീസും ഒക്കെ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ അടുക്കുമ്പോൾ ഒരു സമ്മർദ്ദതന്ത്രമാണ്. ഇത് മുമ്പുണ്ടായിട്ടുണ്ട്. ഇലക്ഷൻ അടുക്കുമ്പോൾ ED ഒരു പിടിമുറുക്കും, പിണറായി വിജയനും CPM-ഉം BJPക്ക് മുമ്പിൽ സറണ്ടർ ആവും, അതോടുകൂടി ആ വിഷയം തീരും. ഈ CJP ബന്ധം വിളക്കി ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമായിട്ട് ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മാറരുത്. അക്കാര്യത്തിൽ കുഴപ്പങ്ങളുണ്ട് എങ്കിൽ, ക്രമക്കേടുകളുണ്ട് എങ്കിൽ, നിയമലംഘനങ്ങളുണ്ട് എങ്കിൽ നിയമാനുസൃതമുള്ള അന്വേഷണം ഉണ്ടാവണം. അത് ലോജിക്കലായിട്ടുള്ളൊരു കൺക്ലൂഷനിൽ എത്തണം. ഇലക്ഷൻ എടുക്കുമ്പോൾ കുറേ ഒച്ചപ്പാട് ഉണ്ടാക്കുക, ഇവർ പിന്നാമ്പുറത്ത് കൂടി പോയി സെറ്റിൽ ചെയ്യുക, അതോടുകൂടി പിന്നെ അവസാനിപ്പിക്കുക. ആ സമീപനം ഇതിനു മുമ്പും ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇതിലുണ്ടാവരുത് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. കാരണം ഇതിനെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇതേക്കുറിച്ചുള്ള ചില ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. സംസ്ഥാന ഖജനാവിന് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ ഉയർന്ന പലിശയ്ക്ക് നമ്മളെടുത്ത ഈ മസാല ബോണ്ടിൽ നിന്നൂടെയൊക്കെ സമാഹരിച്ച പണം അത് അതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്ക് വേറെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്തത്. അതിൽ തന്നെ വലിയ ഇതുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ PricewaterhouseCoopers അടക്കമുള്ള കൺസൾട്ടൻസികളുടെ ഇടപാട്, അവർക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബമായിട്ടുള്ള പലതരത്തിലുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ ചർച്ചാ വിഷയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ. അതിൽ നിയമാനുസൃതമാണ് എങ്കിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM-നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് സമ്മർദ്ദപ്പെടുത്തി BJPയോടൊപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥിരം നാടകമാണ് എങ്കിൽ, ഇവർ തമ്മിലുള്ള CJP ബന്ധത്തെ വിളക്കി ചേർക്കുന്നതിനുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണ് എങ്കിൽ അതിനെ തിരിച്ചറിയാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.